അതിന്റെ 10 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അസർ എവിടെയാണ് എന്നുള്ള ചോദ്യമാണ്. മസൂദ് അസറിനെ എവിടെയാണ് പാകിസ്ഥാൻ ഒളിപ്പിച്ചിരിക്കുന്നത്? ഇപ്പോഴും പാകിസ്ഥാനിൽ കുറ്റവാളിയൊന്നുമല്ല മസൂദ് അസർ. വീട്ടുതടങ്കലിലാണെന്ന് പലതവണയും പറയാറുണ്ട് പാകിസ്ഥാൻ. പക്ഷേ ഓരോ ആക്രമണ സമയത്തും ഇന്ത്യൻ ആക്രമണം ഭയന്ന് പലതവണയും മസൂദ് അസറിനെയും ഹാഫിസ് സയ്യിദിനെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് പാകിസ്ഥാൻ മാറ്റുന്നതാണ്. അങ്ങനെ ഏത് ഒളിത്താവളത്തിലാണ് മസൂദ് അസർ ഉള്ളത് എന്നുള്ള കാര്യമാണ്. എന്തായാലും ഇതേ സ്ഥിരീകരണം അല്പസമയത്തിനകം പ്രതീക്ഷിക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മർക്കസ് സുബാൻ അള്ള ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഇതായിരുന്നു ഓപ്പറേഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ജെയ്ഷെ മുഹമ്മദ്. ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് കരുതിയെങ്കിലും പാകിസ്ഥാൻ ഇത്ര കണ്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, ഉറപ്പാണ്. കാരണം ഇന്ത്യയുടെ തിരിച്ചടി അതിർത്തി മേഖലകളിൽ ഒതുങ്ങും എന്ന് കരുതി, അതല്ലെങ്കിൽ അതിർത്തി മേഖലയിലെ ചിലയിടങ്ങളിലേക്ക് മാത്രമായിരിക്കും ഇന്ത്യ ലക്ഷ്യം വെക്കുന്നതെന്ന് കരുതി. പക്ഷേ അതിനപ്പുറം ഇന്ത്യ കടന്നു ചെന്നു. 100 കിലോമീറ്റർ അപ്പുറം, അതിർത്തിക്കപ്പുറം 100 കിലോമീറ്റർ അപ്പുറം ജെയ്ഷെ മുഹമ്മദിൻ്റെ, ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള പ്രധാനിയുടെ തന്ത്രപ്രധാനമായ ഇടത്തേക്ക് തന്നെ മിസൈലുകൾ പായിച്ച് അവിടെ നാശനഷ്ടം വരുത്തി തന്ത്രപ്രധാനമായ നീക്കം നടത്താൻ കഴിഞ്ഞു എന്നതാണ്. മഞ്ജുഷ, രാവിലെ പുറത്തു വന്ന പാകിസ്ഥാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ഒരു കാര്യം വ്യക്തമാണ്. ഒരു തരത്തിലും ഇന്ത്യയുടെ സൈനിക നീക്കം നേരത്തെ മുൻകൂട്ടി അറിയാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ആദ്യ മിസൈൽ വന്നതിന് ശേഷവും ആ ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല. കാരണം ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ആളുകൾ യാത്ര ചെയ്യുന്നതിനിടയിൽ മിസൈലുകൾ വന്ന് വീഴുന്ന ആ ദൃശ്യങ്ങളും ദൂരെ നിന്നുള്ള ആ പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങളും ഒക്കെ കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും പാകിസ്ഥാൻ്റെ ഇൻ്റലിജൻസ് മേഖലകൾ പൂർണ്ണമായും തകർച്ചയുണ്ടായി. ഇന്ത്യയുടെ സൈനിക നീക്കത്തെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്തായാലും ഇന്ത്യ നടത്തുന്ന നീക്കം അത് പ്രധാനപ്പെട്ട നീക്കമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധതന്ത്രം കൂടിയായി ഇന്ത്യ മാറുകയാണ്. നമുക്ക് തുടക്കം തൊട്ട് മസൂദ് അസറിന്റെ സഹോദരിയും സഹോദരി ഭർത്താവും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 10 ഫാമിലി മെമ്പേഴ്സ് കൊല്ലപ്പെട്ടു എന്നുള്ളതിൽ മസൂദ് അസറിന്റെ സഹോദരിയും ഉൾപ്പെടുകയാണ്, അതേപോലെ തന്നെ സഹോദരിയുടെ ഭർത്താവും ഉൾപ്പെടുകയാണ് എന്നുള്ള വിവരമാണ്. പക്ഷേ മസൂദ് അസർ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും അതൊരു ഏറ്റവും വലിയ അറ്റാക്ക്, ബഹാവൽപൂരിലെ ആക്രമണം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇതാണ് ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയാണ് ഈ പറയുന്ന മർക്കസ് സുബാൻ അള്ള, ബഹാവൽപൂരിലെ. അവിടെയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ഓപ്പറേഷണൽ ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ ഇന്ത്യ മിസൈലുകൾ തൊടുത്തുവിട്ടത്. അവിടെയാണ് മസൂദ് അസറിന്റെ ആസ്ഥാനം. അവിടെ നിന്നാണ് മസൂദ് അസർ പല ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ചിരുന്നത്. അവിടെ ഭീകരരുടെ നഴ്സറിയായി തന്നെ പ്രവർത്തിച്ചു വരികയായിരുന്നു. അവിടെ തന്നെയാണ് മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നത്. 2015 മുതൽ ഇത് ഓപ്പറേഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു. ആ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. മസൂദ് അസറിന്റെ ഈ മർക്കസ് സുബാനുള്ള തകർത്ത് തരിപ്പണമാക്കി മാറ്റിയിരിക്കുന്നത് ഇന്ത്യ. ഇത് പാകിസ്ഥാനുള്ള ഒരു മുന്നറിയിപ്പാണ്. മർക്കസ് സുബാനുള്ളയുടെ ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തകർത്തു എന്നുള്ള വിവരം ആ പാകിസ്ഥാൻ സ്വദേശി തന്നെ അവിടെ പറഞ്ഞിരുന്നു. ബഹാവൽപൂരിലെ ആൾ തന്നെ പറഞ്ഞിരുന്നു അവിടെ തകർത്തു, ഇന്ത്യയുടെ മിസൈലുകൾ വന്ന് പതിച്ചു എന്നുള്ള കാര്യം. മൗലാന അസദ്, കൂടുതൽ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്ത്യ നടത്തിയ സൈനിക നീക്കത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക്, ന്യൂസ് 18 ആദ്യം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ് കൂടുതൽ ദൃശ്യങ്ങൾ. പാകിസ്ഥാനിലെ ഭീകര താവളങ്ങളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ വരികയാണ്. വ്യാപക നാശനഷ്ടമാണ് ആ മേഖലയിൽ. दूसरी बिल्डिंग जे ਅਸੀਂ ਥੱਲੇ ਖੜੇ ਹਾਂ ਯਾਰ। ਮੌਲਵੀ ਖੁਬੈਰ ਨੂੰ ਦੇਖੀ ਯਾਰ, ਜਰਾ ਉਹ ਇੱਥੇ ਹੀ ਸੀ। ਮੌਲਵੀ ਖੁਬੈਰ ਨਹੀਂ ਨਾ ਲੱਭਿਆ ਸਾਨੂੰ ਇੱਥੇ ਵੇਖ, ਹਾਂ ਅੱਗੇ ਉਹਦੇ ਕੋਲ ਐ ਜੀ ਉੱਤੇ 4-5 ਨਹੀਂ 3 ਨੇ ਟੋਟਲ ਯਾਰ। ਆਵਾਮ ਨਾ ਪੈਦਾ ਕਰੋ, ਜਿਹੜੀ ਗੱਲ ਹੈ ਉਹ ਕਰੋ। दूसरी ਬਿਲਡਿੰਗ ਜੇ ਅਸੀਂ ਥੱਲੇ ਖੜੇ ਹਾਂ ਯਾਰ। ਮੌਲਵੀ ਖੁਬੈਰ ਨੂੰ ਦੇਖੀ ਯਾਰ, ਜਰਾ ਉਹ ਇੱਥੇ ਹੀ ਸੀ। ਮੌਲਵੀ ਖੁਬੈਰ ਨਹੀਂ ਨਾ ਲੱਭਿਆ ਸਾਨੂੰ ਇੱਥੇ ਵੇਖ, ਹਾਂ ਅੱਗੇ ਉਹਦੇ ਕੋਲ ਐ ਜੀ ਉੱਤੇ 4-5 ਨਹੀਂ 3 ਨੇ ਟੋਟਲ ਯਾਰ। ਆਵਾਮ ਨਾ ਪੈਦਾ ਕਰੋ, ਜਿਹੜੀ ਗੱਲ ਹੈ ਉਹ ਕਰੋ। दूसरी ਬਿਲਡਿੰਗ ਜੇ ਅਸੀਂ ਥੱਲੇ ਖੜੇ ਹਾਂ ਯਾਰ। ਮੌਲਵੀ ਖੁਬੈਰ ਨੂੰ ਦੇਖੀ ਯਾਰ, ਜਰਾ ਉਹ ਇੱਥੇ ਹੀ ਸੀ। ਮੌਲਵੀ ਖੁਬੈਰ ਨਹੀਂ ਨਾ ਲੱਭਿਆ ਸਾਨੂੰ ਇੱਥੇ ਵੇਖ, ਹਾਂ ਅੱਗੇ ਉਹਦੇ ਕੋਲ മർക്കസ് സുബാൻ അള്ളയുടെ ദൃശ്യങ്ങളാണ്. ബഹാവൽപൂർ, ഇവിടെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിലാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തകർത്തിരിക്കുന്നത്. ഇവിടെയാണ്
മൗലാന മസൂദ് അസറും കുടുംബവും താമസിച്ചിരുന്നത്. അതിൽ 10 കുടുംബാംഗങ്ങൾ, മസൂദ് അസറിന്റെ 10 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം വരികയാണ്. ഇതിൽ മസൂദ് അസറിന്റെ സഹോദരിയും സഹോദരി ഭർത്താവും ഉണ്ട് എന്നുള്ള വിവരവും പുറത്തു വരികയാണ്. അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ പാകിസ്ഥാന്റെ സംരക്ഷണയിലാണ് എപ്പോഴും മസൂദ് അസർ. അതിനാൽ തന്നെ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടാകുന്നതിന് മുൻപ് അസറിനെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് പാകിസ്ഥാൻ മാറ്റിയിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു. ഹാഫിസ് സയ്യിദും മസൂദ് അസറും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറി എന്നുള്ളത്. പക്ഷേ മറ്റൊരു തന്ത്രം കൂടി പാകിസ്ഥാൻ പയറ്റാറുണ്ട്. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്ക് ഇവരെ മാറ്റും, ഇല്ലേ? അപ്പോൾ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായാൽ തന്നെ സിവിലിയൻസ് കൊല്ലപ്പെടും. അപ്പോൾ ആ കാര്യത്തിൽ ഇന്ത്യ പിന്നോട്ട് പോകും. ഇന്ത്യ അങ്ങനെ സിവിലിയൻസ് കൊല്ലപ്പെടുന്ന ഒരു ഉദ്യമത്തിന് ഇന്ത്യ തയ്യാറാകാറില്ല. ER രാകേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, മസൂദ് അസർ എന്ന കൊടും ഭീകരന്റെ 10 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത സ്ഥിരീകരിച്ചതാണല്ലോ. പക്ഷേ മസൂദ് അസറിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ഈ പറയുന്ന മർക്കസ് സുബാനുള്ള തകർത്ത് തരിപ്പണമാക്കിയതിന്റെ ദൃശ്യങ്ങളുമുണ്ടല്ലോ. മഞ്ജുഷ, ഏതായാലും ബഹാവൽപൂരിലെ ആസ്ഥാനം, ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമാണ്, അവരുടെ കോംപ്ലക്സ് ആണ്. പ്രത്യേകിച്ച് വലിയ സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ്. അവിടെയാണ് ഇപ്പോൾ ഏതായാലും സൈന്യം ആക്രമണം നടത്തിയെന്ന കാര്യം സ്ഥിരീകരിച്ചത്. ഏതായാലും ഈ ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ, ലഭ്യമാകുന്ന സൂചനകൾ. അതിലൊന്ന് ഇന്ത്യ തിരയുന്ന മൗലാന മസൂദ് എന്ന് പറയുന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ സ്ഥാപകൻ ആയിട്ടുള്ള മൗലാന മസൂദ് അസറിന്റെ മൂത്ത സഹോദരിയും സഹോദരി ഭർത്താവും ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇവരുടെ ഈ കോംപ്ലക്സിലെ പല കെട്ടിടങ്ങളും തകർന്ന നിലയിലാണ്. ഈ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഏതാണ്ട് 18 ഏക്കർ ആണുള്ളത്. അവിടെ മതപഠന കേന്ദ്രങ്ങളുണ്ട്, ഒപ്പം തന്നെ ഭീകര പരിശീലന കേന്ദ്രങ്ങളുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, അങ്ങനെ ജിംനേഷ്യം ഉണ്ട്. അങ്ങനെ വലിയൊരു സംവിധാനത്തോടു കൂടി വലിയ സുരക്ഷയോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു 18 ഏക്കറിൽ വരുന്ന ഒരു കോംപ്ലക്സ് ആണ്. അവിടെയാണ് ഇപ്പോൾ ഏതായാലും സൈന്യം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ആക്രമണം നടത്തിയിട്ടുള്ളത്. ഏതായാലും അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. ഇനി മൗലാന മസൂദ് അസർ എവിടെ എന്നുള്ള ചോദ്യമാണ് ബാക്കിയുള്ളത്. കാരണം മൗലാന മസൂദ് അസർ 99 നേരത്തെ ജമ്മുവിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന ഭീകരനാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് കണ്ടഹാർ വിമാന റാഞ്ചിലുമായി ബന്ധപ്പെട്ട 178 ഇന്ത്യക്കാരെ അന്ന് ഭീകരർ റാഞ്ചുകയും അതിന്റെ ഭാഗമായി ഇയാളെ വിട്ടു നൽകേണ്ടി വരികയും ചെയ്തിരുന്നു ഇന്ത്യക്ക്. പിന്നീട് കണ്ടത് ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് മൗലാന മസൂദ് അസർ ആസൂത്രണം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് 2001 പാർലമെന്റ് ആക്രമിച്ചു. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിലാണെങ്കിൽ പുൽവാമയിലെ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന് വലിയ പങ്കുണ്ട്. 2016 പട്ടാൻകോട്ടിൽ, പഞ്ചാബിലെ പട്ടാൻകോട്ടിൽ സൈനിക താവളത്തിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യക്കകത്ത് വലിയ ആക്രമണങ്ങൾ നടത്തുകയും പാകിസ്ഥാനിൽ നിന്ന് ഭീകരരെ ഇന്ത്യയിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭീകര സംഘടനയുടെ തലവനാണ് മൗലാന മസൂദ് അസർ. അപ്പോൾ ഏതായാലും കുടുംബാംഗങ്ങളടക്കം 10 പേർ ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. മൗലാന മസൂദ് അസർ എവിടെ, ഈ സംഭവ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അറിയേണ്ടത്. ഏതായാലും മൗലാന മസൂദ് അസറിനെ കുറിച്ച് നിലവിൽ ഒരു തരത്തിലുള്ള വിവരവും ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. ഒരാഴ്ച മുമ്പ് ചില വാർത്തകൾ ഉണ്ടായിരുന്നുവല്ലോ, ഇന്ത്യയിൽ നിന്ന് ആക്രമണം ഉണ്ടാകും എന്നുള്ള ഭയപ്പാടിൽ ഹാഫിസ് സയ്യിദിനെയും മസൂദ് അസറിനെയും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് പാകിസ്ഥാൻ മാറ്റി എന്നുള്ളത്. അന്ന് ലാഹോർ അല്ലേ പറഞ്ഞു കേട്ടിരുന്നത്? ലാഹോറിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നല്ലായിരുന്നു? ഹാഫിസ് സയ്യിദിന്റെ കാര്യത്തിലാണ് അന്ന് വാർത്തകൾ പുറത്തു വരുന്നത്. കാരണം ഹാഫിസ് സയ്യിദ് നിലവിൽ ഭീകര സംഘടനകൾക്ക് അല്ലെങ്കിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചെയ്തു, സാമ്പത്തിക സഹായം ചെയ്തു എന്ന കുറ്റത്തിന് 43 വർഷം തടവിൽ ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുകയാണ് ഹാഫിസ് സയ്യിദ്. അപ്പോൾ ഹാഫിസ് സയ്യിദിനെ വീട് തന്നെ ജയിലാക്കി മാറ്റിക്കൊണ്ടായിരുന്നു ഹാഫിസ് സയ്യിദിനെ പാർപ്പിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം പാക് സൈന്യത്തിലെ മുൻ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന ഘട്ടമൊക്കെ എത്തിയപ്പോൾ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ കൂട്ടുന്ന നടപടിയിലേക്കടക്കം പാക് സർക്കാർ കടക്കുകയായിരുന്നു. ഏതായാലും ഹാഫിസ് സയ്യിദുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹാഫിസ് സയ്യിദിന് ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്ന ജയിലാക്കി മാറ്റിയിരിക്കുന്ന വീടിന് നേരെ ആക്രമണം സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇന്ത്യൻ സൈന്യവും ഇപ്പോൾ ഏതായാലും ആ കേന്ദ്രം ആക്രമിച്ചു എന്ന് പറയുന്നില്ല. പക്ഷേ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം തകർത്തു എന്ന കാര്യം സൈന്യം തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ മസൂദ് അസർ അവിടെ ഉണ്ടായിരിക്കുവാനുള്ള സാധ്യതയും ഏറെയായിരുന്നു അല്ലേ? അതെ മഞ്ജുഷ, അതിനുള്ള സാധ്യത ഏറെയാണ്. കാരണം ഇത് പാക് അതിർത്തിയിലുള്ള പ്രദേശമല്ല. ലാഹോറിൽ നിന്ന് തന്നെ കിലോമീറ്റർ ദൂരം, ഏതാണ്ട് 100-ലധികം കിലോമീറ്റർ ദൂരം ഈ പ്രദേശത്തേക്കുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരമൊരു നീക്കം, അതായത് മൗലാന മസൂദ് അസറോ അല്ലെങ്കിൽ
പാക് സൈന്യവും പാക് സർക്കാരോ ഒന്നും തന്നെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു നീക്കമാണ് ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം മുൻകാലങ്ങളിൽ ഇപ്പോൾ ഉറിയിൽ 2016 ആക്രമണം നടക്കുന്നു, അതിനുശേഷം 2019 പുൽവാമയിൽ ആക്രമണം നടക്കുന്നു. ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയുടെ മറുപടി എന്ന് പറയുന്നത് പാക് അധീന കശ്മീരിലെ ഭീകര താവളങ്ങൾ തകർത്തുകൊണ്ടുള്ള നടപടിയാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം പാക് അധീന കശ്മീരാണ് എല്ലാ കാലത്തും ഭീകര താവളങ്ങളുള്ളത്. ആ ലോഞ്ച് പാഡുകളിൽ നിന്ന് ഒരു തക്കം നോക്കി ഇന്ത്യയിലേക്ക് കടക്കുകയാണ് ഭീകരരുടെ പതിവ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ ഇത്തവണ പാകിസ്ഥാനിന്റെ പ്രദേശങ്ങൾ ആക്രമിച്ചു എന്നാണ്. ശരിയാണ്. അതിന് ഉദാഹരണമാണ് ബഹാവൽപൂരും മുരിഡ്കയും. ഒന്ന് ജെയ്ഷെ മുഹമ്മദിന്റെയും മറ്റൊന്ന് ലഷ്കർ ഇ തൊയ്ബയുടെയും. ഒരു കാര്യം കൂടി, നമുക്ക് രാജ്യ തലസ്ഥാനത്തു നിന്നും ചില അപ്ഡേറ്റുകൾ. അവിടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗം അവസാനിച്ചു, പ്രധാനമന്ത്രി പുറത്തേക്ക് വരുന്നു, ഒപ്പം പ്രധാനമന്ത്രി വിദേശ സന്ദർശനങ്ങൾ വെട്ടിച്ചുരുക്കി എന്ന് തുടങ്ങിയ ചില വാർത്തകൾ കൂടി വരുന്നു. എന്താണ് ഇക്കാര്യത്തിൽ രാകേഷ് അപ്ഡേറ്റുകൾ? സജിത്ത്, ഏതായാലും CCS ഇപ്പോൾ അവസാനിച്ചു എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കാരണം കേന്ദ്ര മന്ത്രിസഭ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള സമിതി ഇപ്പോൾ യോഗം ചേർന്നിരിക്കുകയാണ്. കാരണം ഇപ്പോൾ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള സമിതി ഇപ്പോൾ ഈ തിരിച്ചടിക്ക് പിന്നാലെയാണ് ഈ യോഗം ചേർന്നും വിലയിരുത്തുകയും ചെയ്യുന്നത്. കാരണം 22-ാം തീയതിക്ക് ശേഷം പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം ഈ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള സമിതി പിന്നീട് പലപ്പോഴായി ചേർന്നിട്ടുണ്ട്. ആദ്യം നയതന്ത്ര തലത്തിലുള്ള നീക്കം അല്ലെങ്കിൽ നടപടിയൊക്കെ തന്നെ കൈക്കൊണ്ടത് ഈ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതിയായിരുന്നു. ഏതായാലും ഇന്നത്തെ യോഗത്തിന്റെ പ്രാധാന്യം, പ്രസക്തി എന്ന് പറയുന്നത് ഈ അതിർത്തിയിലെ സാഹചര്യം അടക്കം വിലയിരുത്തുന്നതാകും. കാരണം ഈ യോഗം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി, വിദേശകാര്യമന്ത്രി, ധനമന്ത്രി, ഇങ്ങനെ 5 മന്ത്രിമാർ ചേർന്ന ഒരു സമിതിയാണ് CCS സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ സ്വാഭാവികമായും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ നീക്കമുണ്ടാകുമോ എന്ന കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടാകും. ഒപ്പം അതിർത്തിയിലെ സാഹചര്യം കൂടി വിലയിരുത്തേണ്ടതുണ്ട്. കാരണം അതിർത്തി, ഈ പാകിസ്ഥാന്റെ പ്രകോപനം അതിർത്തിയിൽ തുടരുന്നുണ്ട്. 8 ഗ്രാമീണർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കാരണം നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലുമൊക്കെ പാക് സൈന്യം നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘനം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ സൈന്യം വിലയിരുത്തുന്നുണ്ട്. CCS ഏതായാലും അക്കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ത്യ നിലവിൽ അതിർത്തിയിലെ അടക്കം സാഹചര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. ഇന്നലെ ആക്രമണം ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ പ്രധാനമന്ത്രി ഇതിന് മേൽനോട്ടം വഹിച്ചിരുന്നു. ഇന്നിപ്പോൾ CCS ചേർന്നുകൊണ്ടും ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും രാജ്യ തലസ്ഥാനത്ത് പ്രധാനപ്പെട്ട യോഗമാണ്. കാരണം ഉദ്യോഗസ്ഥ തലത്തിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതിനപ്പുറം എന്താണ് ഇനി രാഷ്ട്രീയപരമായ ആലോചനകൾ, നീക്കങ്ങൾ, ഇക്കാര്യങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട യോഗമാണ് കഴിഞ്ഞത്. ഇപ്പോൾ ഈ മസൂദ് അസറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ കാണ്ഡഹാർ വിമാന റാഞ്ചിലാണല്ലോ മസൂദ് അസറിന്റെ മോചനത്തിലേക്ക് വഴിവെച്ചത്. മസൂദ് അസറിനെ കശ്മീരിലെ ആക്രമണത്തിന് ഇന്ത്യ തടവിൽ പാർപ്പിച്ചതാണ്. പക്ഷേ കാണ്ഡഹാർ വിമാന റാഞ്ചൽ, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ കാണ്ഡഹാർ വിമാനം റാഞ്ചിയപ്പോൾ ആ സമയത്ത് പകരം ഇന്ത്യ വിട്ടു നൽകിയവരാണ് ഈ പറയുന്ന മസൂദ് അസർ, അല്ലേ? ആ മസൂദ് അസർ ഇപ്പോൾ പാകിസ്ഥാനിൽ നിലവിൽ കുറ്റവാളിയല്ല. അതിനാൽ തന്നെ മസൂദ് അസർ ഈ പറയുന്ന മർക്കസ് സുബാനുള്ള അവിടെയാണ് താമസിച്ചു വന്നിരുന്നത്. അവിടെയാണ് കുടുംബാംഗങ്ങളുമൊത്ത് താമസിച്ചിരുന്നത്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അന്നത്തെയാണ്, അല്ലെ? കാണ്ഡഹാർ വിമാന റാഞ്ചലും അതിന് പകരമായിട്ട് ഭീകരവാദികൾക്ക് ഇന്ത്യൻ ജയിലിൽ കഴിഞ്ഞിരുന്ന മസൂദ് അസറിനെ വിട്ടുകൊടുക്കുന്നതും, ഇല്ലേ? ആ ദൃശ്യങ്ങൾ ലോകത്തെ ഞെട്ടിച്ച ദൃശ്യങ്ങളാണ്. കാരണം ഒരു ഭീകരവാദിയെ വിട്ടു നൽകുന്നതിന് വേണ്ടി ഒരു വിമാനം തന്നെ റാഞ്ചി കൊണ്ടുപോയി മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോയി വിലപേശി ഒടുവിൽ വിട്ടുകൊടുക്കേണ്ടി വന്ന സാഹചര്യം അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ലോകരാജ്യങ്ങൾക്ക് മുമ്പിലൊക്കെ അന്നേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിൻ്റെ അന്നത്തെ ആ ദൃശ്യങ്ങൾ ആണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇന്ത്യൻ എയർലൈൻസ് വിമാനമാണ് ഭീകരർ റാഞ്ചി എടുത്തു കൊണ്ടുപോയത്. ഒടുവിൽ അസദിനെ വിട്ടുകൊടുക്കണം എന്ന ഭീകരരുടെ ആവശ്യത്തിന് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ജമ്മു ജയിലിൽ കഴിഞ്ഞിരുന്ന അസദിനെ വിട്ടുകൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ഇന്ത്യക്ക് പോകേണ്ടി വന്നു. ഇപ്പോൾ മറുപടി പെഹൽഗാം സംഭവത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഇന്ത്യയുടെ സൈനിക നീക്കം, അങ്ങനെയാണെങ്കിൽ കാണ്ഡഹാറിനുള്ള ഒരു പകരം ചോദിക്കൽ കൂടിയായി ഇതിനെ കാണാൻ കഴിയും. മസൂദ് അസർ എവിടെ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഇന്ത്യ 1999 വിട്ടുകൊടുത്ത മസൂദ് അസർ കൊടും കുറ്റവാളിയാണ് എന്നുള്ളത് കൊണ്ട് ഇന്ത്യക്ക് വിട്ടു നൽകണം എന്ന് പലതവണ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മസൂദ് അസർ പാകിസ്ഥാനിൽ നിലവിൽ കുറ്റകൃത്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ സർക്കാർ കൈ കഴുകിക്കൊണ്ടിരുന്ന മസൂദ് അസർ എവിടെ എന്നുള്ള ചോദ്യമാണ്. മസൂദ് അസറിന്റെ താമസ സ്ഥലം, ഹെഡ് ക്വാർട്ടേഴ്സ്, ഓപ്പറേഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഇന്ത്യ തകർത്തിരിക്കുകയാണ്.
അസറിന്റെ സഹോദരി കൊല്ലപ്പെട്ടു, സഹോദരി ഭർത്താവ് കൊല്ലപ്പെട്ടു, 10 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഇതിനകം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇതാണ് ആ ദൃശ്യങ്ങൾ. ഇവിടെയാണ് മസൂദ് അസറും കുടുംബാംഗങ്ങളും താമസിച്ചിരുന്നത്. ഇത് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ ഒളിത്താവളമല്ല, അവിടെ നഴ്സറി തന്നെയായിരുന്നു, ഭീകര ക്യാമ്പായിരുന്നു. അവിടെയാണ് ഭീകരരെ വളർത്തി ഇന്ത്യയിലേക്ക് അയക്കുന്നതിനുള്ള നഴ്സറി പ്രവർത്തിച്ചിരുന്നത്. അവിടെ നിന്നാണ് ലോഞ്ചിങ് പാഡിലേക്ക്, പാക് അധീന കശ്മീരിലെ ലോഞ്ചിങ് പാഡുകളിലേക്ക് ഭീകരരെ അയച്ചിരുന്നത്. അവിടെ നിന്നാണ് അതിർത്തി കടത്തി ഇന്ത്യയിലേക്ക് വിട്ട് പല ഭീകരാക്രമണങ്ങളും ഇന്ത്യയിൽ നടത്തിയിരുന്നത്. ഇതിൽ ഇന്ത്യ ആവശ്യപ്പെടുന്ന ആ കുറ്റവാളി മസൂദ് അസർ, ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്ന മസൂദ് അസർ എവിടെ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു. ഈ കെട്ടിടം തകർത്തിരിക്കുന്നു.